ഇന്ന് $25.98 യൂബറിൽ നിന്ന് കിട്ടി. പുതിയൊരു സംഗതി വന്നേക്കണം കണ്ടോ, ഇമ്പോർട്ടൻറ്റ് റിമൈൻഡേഴ്സ് റിവ്യൂ ഐറ്റം സൂൺ, യുവർ പ്രൊഫൈൽ പിക്ചർ എക്സ്പയർസ് ഇൻ 5 days. ഡ്രൈവിംഗ് ലൈസൻസ് അതിൻ്റെ ഫോട്ടോ എടുക്കണമെന്നാണ് പറയുന്നത്. അപ്ലോഡ് ഡ്രൈവർ ലൈസൻസ് വിത്തിൻ 5 days ടു കീപ്പ് യുവർ അക്കൗണ്ട് ആക്റ്റീവ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരിങ്ങനെ പല ആൾക്കാരിങ്ങനെ ഫേക്ക് ആയിട്ട്, അതായത് വ്യാജമായിട്ട് ഇങ്ങനെ ഫോട്ടോയൊക്കെ വെച്ച് യൂബർ ഓടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് അടുത്ത കാലത്ത് അങ്ങനെ കുറച്ച് ന്യൂസ് കേട്ടായിരുന്നു. ഇതിങ്ങനെ സ്വന്തമായിട്ടുള്ള പ്രൊഫൈൽ പിക്ചറും എടുക്കണം, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പിക്ചറും 5 ദിവസത്തിനുള്ളിൽ എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ യൂബറിൻ്റെ ഓട്ടം എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ $13. പിന്നെ അത് സേണിങ് ആക്ടിവിറ്റി നോക്കാം. $5. ഇതൊരു ഹോസ്പിറ്റലിൽ നിന്ന് വന്നൊരു ട്രിപ്പാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഈ മേപ്പിൾ അവനിയിലേക്ക് കൊണ്ടുവിടാനുള്ള ഒരു ട്രിപ്പായിരുന്നു. ഒരു ഓസ്ട്രേലിയക്കാരിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്നോട് ചോദിച്ചു എവിടെ നിന്നുള്ള ആളാണെന്നൊക്കെ എന്നോട് ചോദിച്ചു. നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു എൻ്റെ ഫാദർ ശ്രീലങ്കയിൽ നിന്നുള്ള ആളാണ്. അതായത് വേറെ അമ്മ എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. അപ്പൻ എന്തായാലും ശ്രീലങ്കയിൽ നിന്നുള്ള ആളാണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്, മകൻ ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നതാണ് എന്നൊക്കെ പുള്ളിക്കാരത്തി പറഞ്ഞു. പുള്ളിക്കാരത്തി ഇവിടെ സ്ഥിരം താമസിക്കുന്ന ആളാണോന്ന് തോന്നണില്ല, വിസിറ്റ് ചെയ്യാൻ വന്നതാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഒരു ആളെ കണ്ടു. അതായത് ഇതിന് മുമ്പൊരു ഷോർട്ട് ട്രിപ്പായിരുന്നു 3:71 വെസ്റ്റ് മോണ്ടിൽ നിന്ന് ഡൗൺ സ്ക്രൂവിലേക്ക്. അതൊരു ഒരാൾ കൊണ്ടുവിടാനായിട്ട് തന്നെ ഇങ്ങനെ പോയിട്ടാണ് അവിടെ എത്തി, തീർന്നു. അത് അത്രേ ഉള്ളൂ. പിന്നെ ഒരെണ്ണം ഞാൻ ക്യാൻസൽ ചെയ്തു. പിന്നെ അതിന് മുമ്പ് പിന്നെ റിഡ്ജ് അവന്യൂ ഹിൽ സൈഡിൽ നിന്ന് ഒരു ആളെ കൊണ്ടുവന്നിട്ട് ടെർമിനൽ 5 ഏർപ്പെടും. പക്ഷേ ഇവർ $10 എനിക്ക് ടിപ്പ് തന്നു കേട്ടോ. രാവിലെ 5:44 അതാണ് ഇന്നത്തെ. ലിഫ്റ്റിൽ എങ്ങനെയാണെന്ന് നോക്കാം. ലിഫ്റ്റിൽ നിന്ന് മൊത്തം $56.15 കിട്ടി. ഏണിങ് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 8:32 7 മണിക്കൊരു 7:03 ട്രിപ്പ് വന്നായിരുന്നു. 8:37 അതെങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചൈനക്കാരിനെ പോലുള്ള ഒരാളെ ഒരു സ്പായൊക്കെ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുവിടാനായിരുന്നു. അവർ ടിപ്പ് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ ടിപ്പ് തന്നു, $2 ടിപ്പ് തന്നു. അവർക്ക് ഒരു ടാങ്ക് വെച്ചേക്കാം. ഓക്കെ, അതൊരു എയർപോർട്ടിൻ്റെ അവിടെയുള്ള റെൻ്റൽ കാർ ഫെസിലിറ്റിയുടെ അവിടെ നിന്ന് നൈൽസ് എന്ന് പറഞ്ഞ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത്, അങ്ങോട്ട് കൊണ്ടുവിടാനായിരുന്നു. അതിന് $2 ട്രിപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല, അന്നേരം നന്നായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പുള്ളിന് അപ്പം തന്നെ ഒരു ട്രിപ്പ് കിട്ടിയായിരുന്നു, സ്കോക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാൻ. അപ്പോൾ അയാളും $9 ടിപ്പ് തന്നു. അത് നല്ല ടിപ്പാട്ടോ. അയാൾക്ക് ടാങ്ക് വെച്ചേക്കാം. അയാൾ നല്ലൊരാളായിരുന്നു, നൈസായിട്ടൊരാളായിരുന്നു. പിന്നെ പിന്നെ MMF റെൻ്റൽ കാറിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ട്രിപ്പ് വന്നു, ഓഫർ വന്നത് $9 ആയിരുന്നു. അപ്പോൾ $9 വളരെ കുറഞ്ഞ പൈസയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും എനിക്ക് ഈ ഭാഗത്തേക്ക് വരണം, വീട്ടിലേക്ക് വരണം. ഞാൻ താമസിക്കുന്ന ഈ ഭാഗത്താണ്, ഡൗൺ സ്ക്രൂ ഏരിയയിലാണ്. അപ്പോൾ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എടുത്തേക്കാം, $9. പക്ഷേ ടിപ്പ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്നാലും അയാൾ ടിപ്പ് തന്നു, ടിപ്പ് തരാതിരിക്കായിരുന്നു. പക്ഷേ ഭയങ്കര ഡിസ്കൗണ്ടിൽ പോയ ട്രിപ്പാട്ടോ അത്. കാരണം അയാളും $21 $49 പേ ചെയ്തിട്ടുള്ളൂ എന്ന് കാണിക്കുന്നത്. എനിക്ക് $5 $15 ഉണ്ടല്ലേ, $15 ടോട്ടൽ കിട്ടി. $9 $14 ബേസ് ഏണിങ്, അതായിരുന്നു ഓഫർ വന്നത്. പിന്നെ വെയിറ്റ് ടൈം 5 സെക്കൻഡ്, ടിപ്പ് $4.60, ടോളിന് $1.5. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7:47 ഒരു ഷോർട്ട് ട്രിപ്പ് ചെയ്തു. വെസ്റ്റ് മോണ്ടിയിൽ നിന്ന് ഇവർ ടിപ്പൊന്നും തന്നില്ല, പക്ഷെ ഇതിനകത്ത് ഭയങ്കര കമ്മീഷൻ അവരെടുത്തു. 7:47 എനിക്ക് കിട്ടിയുള്ളൂ. അത് ഏകദേശം പകുതി എനിക്ക് വരുന്നുള്ളൂ. ഒരു $14 പേ ചെയ്തു, ഏകദേശം പകുതിയുടെ അടുത്തൊക്കെ വരുന്നുള്ളൂ, നമുക്ക് വരുന്നുള്ളൂ. ടിപ്പില്ലെങ്കിൽ ഭയങ്കര പാടാണ്. അതാണ് ഇന്നത്തെ യൂബറിൻ്റെ പരിപാടി. യൂബറും ലിഫ്റ്റും. ഒരു ട്രിപ്പ് വന്നേക്കണം, നോക്കിക്കേ, ഒരു മാച്ച ട്രിപ്പ് വന്നേക്കണേയാണ്. ഞാനിതെടുത്തില്ല. $265. $265 മൈൽ പോകാൻ $265. 4 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം.